Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of statistic chapter, which is based on previous year questions and 4-mark questions. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 2-mark ക്വസ്റ്റ്യൻസും 3-mark ക്വസ്റ്റ്യൻസിൻ്റെയും സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4-mark ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് MCQ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ നമ്മളുടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ചാപ്റ്റർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ പോയി കാണൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ടഫായിട്ടുള്ള സബ്ജക്ട്സ് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം റിവിഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം നമ്മൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ടഫായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ലാസ്റ്റിലത്തേൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. ഓക്കെ, this is a 4-mark question and it is based on median. മീഡിയൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ റെഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവാം. അതേമാതിരി തന്നെ നമ്മളുടെ NCERT ടെക്സ്റ്റിൽ ഒരു 525 മീഡിയൻ വരുന്ന ഒരു അൺനോൺ വാല്യൂസ് കിട്ടുന്ന എക്സും വൈയും സോൾവ് ചെയ്തെടുക്കുന്ന ഒരു ക്വസ്റ്റ്യനും അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്തായാലും ഒന്ന് ചെയ്തു പഠിച്ചിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. CBSE ഒരു 3-4 പ്രാവശ്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യാം. അതേ സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ if the median of the following data is 28.5, find the values of x and y. That is, we are given with median and we have to find the values of x and y. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ടേബിള്. ഇവിടെ ലാസ്റ്റ് ടോട്ടൽ ഫ്രീക്വൻസി 60 ആണെന്ന് തന്നിട്ടുണ്ട്. നൗ വി ഹാവ് ടു ഫിൽ ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം. മീഡിയൻ ആവുമ്പോൾ എന്തായാലും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ചെയ്യണം. ഇത് 5 ആയിട്ട് വരും. 5 plus x. നെക്സ്റ്റ് 25 plus x. Next it is 40 plus x, and next it is 40 plus x plus y, and next it is 45 plus x plus y. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രോസ് ആയിട്ട് ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്തതിൻ്റെ റിസൾട്ടൻ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളത്തിൽ എഴുതാം. നെക്സ്റ്റ് 45 plus x plus y ആണ് ആക്ച്വലി നമ്മളുടെ എന്തായിട്ട് വരുന്നത്, സിഗ്മ FI ആയിട്ട് വരുന്നത് അല്ലേ. ബിക്കോസ് വി ആർ ആഡിങ് ദ ഫ്രീക്വൻസി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ലാസ്റ്റ് വാല്യൂ കിട്ടുന്നത്. ദാറ്റ് മീൻസ് 45 plus x plus y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ആസ് 60 or x plus y is equal to 60 minus 45 or x plus y is equal to 15. So we got the first equation. x ഉം y ഉം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്ത് അത് സോൾവ് ചെയ്തെടുക്കലാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് ഒബ്റ്റെയിൻ ദ ഫസ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷനും കൂടെ നമുക്ക് കണ്ടെത്തണം അല്ലേ. ഫോർ ദാറ്റ് നമുക്ക് തന്നിട്ടുണ്ട് മീഡിയൻ എന്താണ്, 28.5 ആണ്. സോ 28.5 ലൈ ചെയ്യുന്ന നമ്മളുടെ ക്ലാസ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുക, വിച്ച് ഇസ് ബിറ്റ്വീൻ 20 and 30. 20ക്കും 30ക്കും ഇടയ്ക്കാണ് 28.5 കിടക്കുന്നത്. So we got the class interval as 20 to 30. That is the median class is 20 to 30. Okay. സോ മീഡിയൻ ക്ലാസ്സസ് 20 to 30. നിങ്ങളും ഇതേമാതിരി തന്നെ കണ്ടുപിടിക്കുമ്പോൾ മീഡിയൻ ക്ലാസ് എന്താണെന്നുള്ളതൊക്കെ എടുത്ത് എഴുതി വെക്കുക. അതേമാതിരി തന്നെ മീഡിയൻ ക്ലാസ് ഹൈലൈറ്റ് ചെയ്ത് ഒരു എൻസർക്കിൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് വിച്ച് ഇസ് 20. CF ഇസ് ദ cumulative frequency of the class preceding the median class which is 5 plus x. അതൊക്കെ എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. ഒരിക്കലും 25 plus x എടുക്കരുത് കേട്ടോ. cumulative frequency of the class preceding the median class which is 5 plus x. നെക്സ്റ്റ് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിഡ്ത്ത് ആണ് അല്ലേ. ക്ലാസ് വിഡ്ത്ത് ഇവിടെ 10 ആണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ് വിച്ച് ഇസ് 20. ഓക്കെ, അപ്പം ഇത്രയും ഡാറ്റാസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്ററും കൂടെ വരുന്നുണ്ട്. n ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് സിഗ്മ FI അല്ലേ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിഗ്മ FI ആണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, യു ഹാവ് ഗിവൺ ഇറ്റ് വിത്ത് 60. സോ ദ വാല്യൂ ഓഫ് n ഇസ് 60. നെക്സ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ
equation for finding out the median, which is L plus n by 2 minus CF divided by F into H. ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ പ്രോപ്പർ ആയിട്ട് എഴുതണം. എന്നിന് മാത്രമാണ് 2 കിടക്കുന്നത്, ഈ രണ്ട് ടേമിനും കൂടെയാണ് എന്ത് കിടക്കുന്നത്, എഫ് കിടക്കുന്നത് കേട്ടോ, തെറ്റിക്കരുത്. ഫോർമുല നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മീഡിയൻ 28.5 ആണെന്നുണ്ട്, L 20 ആണ്. L is 20 plus n by 2 it is 30 അല്ലെ, 60 by 2 it is 30 മൈനസ് സി എഫ് എഴുതുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുക, ബിക്കോസ് മൈനസ് ഈ രണ്ട് ടേമിനും കോമൺ ആണ്. ഫ്രീക്വൻസി ഇറ്റ് ഇസ് 20 ആൻഡ് എച്ച് ഇസ് 10. ഓക്കെ, ഈ ഒരു സീറോയും ഈ ഒരു സീറോയും ക്യാൻസൽ ചെയ്ത് കളയാം. 28.5 മൈനസ് 20 ഇസ് ഈക്വൽ ടു 30 മൈനസ് 5 മൈനസ് എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നെഗറ്റീവ് രണ്ടിലേക്കും കൂടെ വരുന്നു, ഡിവിഷൻ 2 എന്ന് വരും അല്ലേ. ബാക്കിയുള്ള ടേംസ് ഒക്കെ നമ്മളുടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 28.5 മൈനസ് 20 ഇറ്റ് ഇസ് 8.5 ഇൻറ്റു 2. ഈ ഒരു 2 ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 30 മൈനസ് 5 ഇറ്റ് ഇസ് 25 മൈനസ് എക്സ് എന്ന് വരും. ഓർ 8.5 ഇൻറ്റു 2. 8.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 8 ഇൻറ്റു 2 16 ആണ്. 0.5 ഇൻറ്റു 2 1 ആണ്. 16 പ്ലസ് 1 17 ആണ്. ഇനി അങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വർക്കിംഗ് കോളത്തിൽ നിങ്ങൾ 85 ഇൻറ്റു 2 ചെയ്യാം, എന്നിട്ട് ഡെസിമൽ പ്ലേസ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇസ് ഈക്വൽ ടു 25 മൈനസ് എക്സ്, ഓർ എക്സ് ഇസ് ഈക്വൽ ടു, ഈ എക്സ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 25 മൈനസ് 17 ആവും, ഓർ എക്സ് ഇസ് ഈക്വൽ ടു 25 മൈനസ് 17 ഇറ്റ് ഇസ് 8. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളുടെ ഇക്വേഷൻ 1 നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ 1 എന്തായിരുന്നു, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 15 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇക്വേഷൻ 1 ആയിരുന്നു. സോ വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ആസ് 8 and finding the value of y equal to 15 minus 8 it is equal to 7. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നന്നായി തന്നെ പഠിക്കുക. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, അതേമാതിരി തന്നെ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ടാബുലർ കോളം തന്നിട്ട് എക്സും വൈയും സോൾവ് ചെയ്തെടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ മീഡിയൻ്റെ ഒരു സെക്ഷനിലായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻ. So this is our next 4 mark question. ഇതൊരു മീനിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2019 ചോദിച്ചിട്ടുണ്ട്. മിസ്സിംഗ് ഫ്രീക്വൻസി ഉള്ള ഒരു മീനിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മീനിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ഒരു സിംഗിൾ മിസ്സിംഗ് ഫ്രീക്വൻസി ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയോ, ഇവിടെ ഫ്രീക്വൻസി 2 മിസ്സിംഗ് ഫ്രീക്വൻസി ആണുള്ളത്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും മിസ്സിംഗ് ആയിരിക്കുന്നുണ്ടാവുക. നമ്മൾ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ 2 മാർക്ക് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. സോ ഇങ്ങനെയാണ് നമുക്ക് ടേബിൾ തന്നിട്ടുള്ളത്. ടേബിൾ ജസ്റ്റ് ഈ ഒരു ഇത്രയും ഭാഗമാണ് തന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇഫ് ദ മീൻ ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് 188, ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. If the mean of the following distribution is 188, find the missing frequencies x and y if sum of all frequencies is 100. Okay, ഇപ്പോൾ സം ഓഫ് ഓൾ ഫ്രീക്വൻസീസ് 100 ആണെന്ന് തന്നിട്ടുണ്ട്, മീൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 188 ആണെന്ന് തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇപ്പോൾ ടേബിളിൽ ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്, ഇത്രയും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ആക്ച്വലി ക്ലാസ് ഇൻ്റർവലും FI എന്ന് പറഞ്ഞിട്ടുള്ള കോളമാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. XI കോളവും FI XI കോളവും നമ്മളെ കൺസ്ട്രക്ട് ചെയ്യേണ്ടതാണ്. XI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ആണ്. സോ ഇത് 0 പ്ലസ് 80 ബൈ 2 ഇത് 40. ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് വിത്ത് എത്രയാണോ അത് വെച്ച് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഹിയർ ദ ക്ലാസ് വിത്ത് ഇസ് 80. സോ നമ്മൾ എന്ത് ചെയ്യണം, 80 എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് FI XI കോളം എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2 കോളവും എടുത്തിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി വിൽ ബി ഗെറ്റിംഗ് ദിസ് കോളം ആൾസോ. അപ്പോൾ ഇത്രയും കോളം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, FI XIയുടെ കോളത്തിൽ എല്ലാ ടേംസും നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 200x-ഉം 280y-യും നിങ്ങൾ ആഡ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇറ്റ് ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് എൻ അൺനോൺ വാരിയബിൾ. ഇപ്പോൾ 200x-ഉം 280y-യും നിങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ബാക്കിയുള്ള ടേംസ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് അത് എഴുതി വെക്കാം.
അതേമാതിരി തന്നെ F5ന്റെ കോളവും നമ്മൾ എക്സും വൈയും ആഡ് ചെയ്യാൻ പാടില്ല, അതങ്ങനെ തന്നെ എഴുതി. ബാക്കിയുള്ള ടേംസ് 20 plus 25 45 45 plus 10 55 55 plus x plus y, that is sigma Fi we have got it as 55x plus y, and sigma Fi xi has been got it as 7400 plus 200 x plus 280y. Okay, അപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് സിഗ്മ Fi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് സം ഓഫ് ഓൾ ദ ഫ്രീക്വൻസീസ് ഇസ് 100. ദാറ്റ് ഇസ് സിഗ്മ Fi എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ആസ് 100. So we can equate it as 55 plus x plus y is equal to 100, or x plus y is equal to 100 minus 55, that is 45. So equation 1 കിട്ടി. ഇതേമാതിരി എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ രണ്ട് ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്തതിന് ശേഷം എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, സോൾവ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 45 എന്നുള്ള ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് നമുക്കൊരു ഇക്വേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ മീൻ, വിച്ച് ഇസ് ടേബിൾ ഒക്കെ പ്രോപ്പർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ മാർക്ക് ഉണ്ട് നമുക്ക്, അപ്പോൾ അത് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതേമാതിരി തന്നെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എഴുതാം. നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എളുപ്പമാണ് പഠിക്കാൻ. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അധികം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഒരു സെക്ഷനിൽ നിന്ന് വരില്ല. അപ്പോൾ ഈ മിസ്സിംഗ് ഫ്രീക്വൻസീസ് ആയാലും മോഡായാലും അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെ പഠിച്ചിട്ട് പോവുക, നന്നായി പഠിച്ചിട്ട് പോവുക, നന്നായി വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ xi Fi ഡിവൈഡഡ് ബൈ സിഗ്മ Fi. എപ്പോഴും മിസ്സിംഗ് ഫ്രീക്വൻസീസിന്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചൂസ് ചെയ്താൽ മതി, വേറെ ഒറ്റ മെത്തേഡും ചൂസ് ചെയ്യരുത് കേട്ടോ. സോ എക്സ് ബാർ ഇസ് പ്രൊവൈഡഡ് ആസ് 188 ആൻഡ് സിഗ്മ xi Fi എത്രയാണ് 7400 പ്ലസ് 200x പ്ലസ് 280y. ഇനി സിഗ്മ Fi എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും 55 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ, കുറച്ചും കൂടെ ലെങ്തി പ്രോബ്ലം ആയിരിക്കും. നേരെ മറിച്ച് സിഗ്മ Fi നമുക്ക് ഡയറക്റ്റ്ലി എന്താണെന്ന് തന്നിട്ടുണ്ട്, 100 ആണെന്ന് തന്നിട്ടുണ്ട്. ആ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരിക്കലും ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കുറച്ചും കൂടെ ലെങ്തി പ്രോബ്ലം ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും സോൾവ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ ഇവിടെ സോൾവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 100 ഓർ 18,800 അല്ലേ. ഈ ഒരു 100 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ദാറ്റ് ഈസ് 18,800 ഇസ് ഈക്വൽ ടു 7,400 പ്ലസ് 200x പ്ലസ് 280y. 18,800 is equal to 7,400 minus 7,400 is equal to 200x plus 280y. ഈ ഒരു ഇത് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 0 0 4 11 11,400 is equal to, സബ്ട്രാക്ട് ചെയ്യാം കേട്ടോ. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 11,400 is equal to 200x plus 280y. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 1140 is equal to 20x plus 28y. എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമാറ്റിൽ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാം നമുക്ക്. ഇഫ് വി ആർ ഡിവൈഡിങ് വിത്ത് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താലും മതി, 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ you will be getting the answer as 5x plus 7y is equal to 285. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റ് സ്ട്രെച്ച് ഡിവിഷൻ ബൈ 4 ചെയ്യുന്നു. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമുല ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇവിടെ കോഎഫിഷ്യൻസ് ഒക്കെ കുറച്ച് വലുതായ കാരണം എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമാറ്റിലേക്ക് റെപ്രസെന്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി കേട്ടോ. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണം. അത് നമ്മൾ ലീനിയർ ഇക്വേഷൻ്റെ ചാപ്റ്ററിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതേ സെയിം ഫോർമാറ്റ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. കോഎഫിഷ്യന്റ് ചെറുത് 5 ആണ് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 with 5, ദാറ്റ് ഇസ് 5x plus 35y is equal to 45 into 5. 45 into 5 എത്രയാണുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. 5 5s are 25, 5 4s are 20,
and 225. Okay, 225. Equation 2 as such അങ്ങനെ തന്നെ എഴുതിയാൽ മതി because 5x-ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്തായിട്ടുണ്ട്, ഈക്വൽ ആയിട്ടുണ്ട്. So it is 5x plus 7y is equal to 285. x-ന്റെയും x-ന്റെയും ടേം ക്യാൻസൽ ചെയ്യാം, പൊളാരിറ്റി മാറ്റണം കേട്ടോ, ഇക്വേഷന്റെ പൊളാരിറ്റി മാറ്റണം. It is 35y minus 7y. 35 minus 7y, y എത്രയാണ് വരുന്നുണ്ടാവുക? It is 28y is equal to 285 minus 25, it is 60. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. രണ്ട് ഇക്വേഷൻസിൽ നമ്മൾ എലിമിനേഷൻ മെത്തേഡാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻസ് നമ്മൾക്ക് ഈക്വൽ ആക്കാം ബിക്കോസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഇവിടെ ചെറുതായിട്ടിരിക്കുന്നത് അല്ലേ. സോ വി ആർ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 with 5. യു ആർ വിൽ ബി ഗെറ്റിംഗ് 5x plus 5y is equal to 45 into 5. 45 into 5 225 ആണ്. And equation 2 is 5x plus 7y is equal to 285. നെക്സ്റ്റ് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം, ചിഹ്നം മാറ്റി കൂട്ടുക, അതാണല്ലോ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 5x ക്യാൻസൽ ആയി പോകും. ഇറ്റ് ഈസ് നെഗറ്റീവ് 2y is equal to negative 60 or y is equal to 60/2, it is 30. സോ നമുക്ക് y എത്രയാണ് കിട്ടി? 30 ആണ് കിട്ടി. y ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x plus 30 equal to 44 or x is equal to 45 minus 30, it is 50. So we got the value of x as 15 and y as 30. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഒരു മോഡിൻ്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. എല്ലാ ടേംസും തന്നിട്ട് ഡയറക്റ്റ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല ബിക്കോസ് മിസ്സിംഗ് ഫ്രീക്വൻസി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ നല്ല മുൻതൂക്കം കൊടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, ശരി, ബൈ, താങ്ക് യു.